ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള ഗീക്സ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള ചീമാച്ചൽ ഹൈടെക് എക്യൂറത്തിലാണ്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് ഒരു 5 മിനിറ്റ് നടന്ന ഇവിടെ എത്തും. ഫുൾ അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. നമ്മൾ ഇവിടുന്നാണ് മിക്കപ്പോഴും മീനിനെ വാങ്ങാറ്. കാരണം പൈസയുടെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. കൂടാതെ സർവീസും വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ എക്യൂറി ഷോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഓരോ മീനിൻ്റെയും പ്രൈസ് നമുക്ക് ചോദിച്ചറിയാം. അതിനാണ് നമ്മൾ രാവിലെ തന്നെ വന്നത്, തിരക്കില്ലാത്ത നേരം നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് കയറി നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് കാണിച്ചും തരാം, പിന്നെ പ്രൈസും നമുക്ക് ചോദിച്ചറിയാം. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ തരം മീനും ഉണ്ട്. അതിൻ്റെയൊക്കെ പ്രൈസിലും നല്ല കുറവുണ്ട്. പിന്നെ ചില വലിയ എക്വേറിയം ഷോപ്പിലും ഫാമിലും ഒക്കെ പോയാൽ നമുക്കറിയാം ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ബട്ട് ഇവിടെ അങ്ങനെയല്ല, ഒരുപാട് സ്റ്റാഫ് ഉള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടതായി വരുന്നേ ഇല്ല. സർവീസും അടിപൊളിയാണ്. മീൻ മാത്രമല്ല, എല്ലാവിധ എക്യുപ്മെൻറ്റ്സിനും നല്ല വിലക്കുറവുണ്ട്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോഴിക്കാർപ്പിനൊക്കെ വളർത്തുന്ന വലിയ വാട്ടർ ടാങ്കിലാണ് വളർത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിലും വലിയ വാട്ടർ ടാങ്കിലായിരുന്നു. നമ്മൾ ഇതൊക്കെ വേറെ ഒരു എക്വേറിയം ഷോപ്പിലും കാണാത്ത കാഴ്ചകളാണ്. സാധാരണ ഗപ്പി മുതൽ ഹൈബ്രിഡ് ഗപ്പിയും പിന്നെ വലിയ വലിയ മീനും ഇവിടെ ഉണ്ട്. ഇവിടെ ബൾക്കായിട്ടും അല്ലാതെ ആളുകൾ മീൻ വാങ്ങി കൊണ്ടുപോകാറുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ചെടിയും പായലും ഒക്കെ കിട്ടാനുണ്ട്. അത് സ്റ്റാർട്ടിംഗ് പ്രൈസ് 20 മുതലാണ്. ഞാൻ എൻ്റെ നാട്ടിൽ 60, 70, 80 ഒക്കെ കൊടുത്ത് വാങ്ങിയ ചെടി എല്ലാം ഇവിടെ 20-നാണ് കൊടുക്കുന്നത്. നമ്മൾ എക്വേറിയം സെറ്റാക്കുമ്പോൾ വേണ്ടുന്ന മരങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട്. എക്വേറിയം സെറ്റാക്കുന്നുണ്ടെങ്കിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ചെറിയ ഫിൽറ്റർ തൊട്ടിട്ട് വലിയ തരം ഫിൽറ്റർ വരെ ഉണ്ട്. അതായത് നമ്മൾ കുഞ്ഞി ടാങ്കിൽ വെക്കേണ്ട ഫിൽറ്റർ തൊട്ടിട്ട് വലിയ പോണ്ട് സെറ്റാക്കുന്നുണ്ടെങ്കിൽ അതിൽ വെക്കേണ്ട ഫിൽറ്റർ അടക്കം ഇവിടെ ഉണ്ട്.
ഞാനിവിടെ എല്ലാ മീനിൻ്റെ ഒന്നും പൈസ ഒന്നും ചോദിച്ചിട്ടില്ല. ഏകദേശം ചോദിച്ചറിഞ്ഞതിൻ്റെ ഒക്കെ പൈസ ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഭയങ്കര തിരക്കാണ്. ഈ ഒരു തിരക്കിനിടക്ക് ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്നൊക്കെ തോന്നിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാത്തിൻ്റെയും ചോദിക്കാണ്ടുന്നത്. ചോദിച്ചതിൻ്റെ ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കോഴിക്കോട് വരികയാണെങ്കിൽ നിങ്ങൾ ചീമാച്ചൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് അടുത്താണ് ചീമാച്ചൽ. പലതരം മീനുകളുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും തന്നെ എൻ്റെ വിശ്വാസം. അടുത്ത പ്രാവശ്യം കോഴിക്കോട് വരികയാണെങ്കിൽ പുതിയ സ്റ്റാൻഡ് അടുത്തുള്ള ചീമാച്ചൽ മറക്കാണ്ട് കയറി നോക്കുക. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള മീനുകളും എല്ലാം ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഇത് നമുക്ക് ചീമാച്ചൽ ഇഷ്ടമായത് കൊണ്ട് ജസ്റ്റ് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും അക്വേറിയം ഷോപ്പ് ഇതുപോലെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പേര് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നല്ല റീസണബിൾ കോസ്റ്റിന് നമുക്ക് കിട്ടുന്ന മീൻ കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.